ഹായ് എവരി വൺ, വെൽക്കം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് 6th സ്റ്റാൻഡേർഡിലെ എ ഗ്ലാസ് ഓഫ് മിൽക്ക് എന്ന് പറയുന്ന ചാപ്റ്ററിന്റെ സമ്മറിയാണ്. ഫസ്റ്റ് നമുക്ക് ഈ ചാപ്റ്ററിലെ ക്യാരക്ടേഴ്സ് ആരൊക്കെയാണെന്ന് നോക്കാം. ഹോവാർഡ് കെല്ലി, എ ഹാർഡ് വർക്കിംഗ് ബോയ് ഹു ലേറ്റർ ബിക്കംസ് എ ഡോക്ടർ. ഫസ്റ്റ് ക്യാരക്ടർ ഹോവാർഡ് കെല്ലി എന്ന നെയിമുള്ള ഒരു ബോയ് ആണ്. അവൻ എ ഹാർഡ് വർക്കിംഗ് ബോയ്. ചാപ്റ്റർ തുടങ്ങുന്ന സമയത്ത് കഠിനാധ്വാനം ചെയ്യുന്ന ഒരു ആൺകുട്ടിയാണ് അവന്. പിന്നീട് ലാസ്റ്റിൽ അവനൊരു ഡോക്ടറായിട്ട് മാറുന്നുണ്ട്. നെക്സ്റ്റ് എ വുമൺ, ഒരു സ്ത്രീയാണ്. എ ലവ്ലി കൈൻഡ് ലേഡി, ഈ സ്ത്രീ ഭയങ്കര കൈൻഡ് ആൻഡ് ലവ്ലി ആണ്. ഹു ഓഫേഴ്സ് മിൽക്ക് ടു ഹോവാർഡ് കെല്ലി, ഈ സ്ത്രീ പിന്നീട് ഹോവാർഡ് കെല്ലിക്ക് മിൽക്ക് പാല് കൊടുക്കുന്നുണ്ട്. ദ സ്റ്റോറി ഈസ് അബൌട്ട് എ ഹാർഡ് വർക്കിംഗ് പുവർ ബോയ് ഹു വർക്ക്സ് ഹാർഡ് ടു കളക്ട് മണി ഫോർ സ്കൂൾ. സ്കൂളിൽ പോകാൻ വേണ്ടിയിട്ടുള്ള പൈസ കണ്ടെത്താൻ വേണ്ടിയിട്ട് കഠിനാധ്വാനം ചെയ്യുന്ന ഒരു ആൺകുട്ടിയുടെ കഥയാണ് എ ഗ്ലാസ് ഓഫ് മിൽക്ക് എന്ന് പറയുന്ന ഈ ഒരു സ്റ്റോറി. ഹി ഗെറ്റ്സ് ഹംഗ്രി, അവന് വിശക്കുന്നുണ്ട്. ആൻഡ് ആസ്ക് ഫോർ വാട്ടർ ഫ്രം എ വുമൺ, എന്നിട്ട് ഒരു സ്ത്രീയുടെ അടുത്ത് കുറച്ച് വെള്ളം തരുമോ എന്ന് ചോദിക്കുന്നുണ്ട്. ഷീ തോട്ട് ഹി ലുക്ക്ഡ് ഹംഗ്രി, അവനെ കണ്ട സമയത്ത് അവൻ ഹംഗ്രി, വിശന്നിരിക്കുകയാണ് എന്ന് അവൾക്ക് തോന്നി. സോ ബ്രോട്ട് ഹിം എ ലാർജ് ഗ്ലാസ് ഓഫ് മിൽക്ക്, എന്നിട്ട് അവനൊരു വലിയ ഗ്ലാസ് നിറയെ മിൽക്ക് പാല് കൊണ്ട് കൊടുക്കുകയാണ്. ഇയേഴ്സ് ലേറ്റർ, കുറേ വർഷങ്ങൾക്ക് ശേഷം, ദാറ്റ് യങ് വുമൺ ബിക്കെയിം ക്രിട്ടിക്കലി ഇൽ, ആ സ്ത്രീക്ക് ഒരു രോഗം പിടിപ്പെടുകയാണ്. വിത്ത് ആൻ അൺനോൺ ഡിസീസ്, കണ്ടുപിടിക്കാൻ പറ്റാത്ത ഒരു അസുഖമാണ് അവൾക്ക് ബാധിച്ചത്. ദ ലോക്കൽ ഡോക്ടേഴ്സ് വെർ ബാഫിൾഡ്, ലോക്കൽ ഡോക്ടേഴ്സ് എല്ലാം അവളെ പരിശോധിച്ചു, പക്ഷെ അവളുടെ ആ ഒരു അസുഖം എന്താണെന്ന് അവർക്ക് മനസ്സിലാക്കാൻ പറ്റിയില്ല. ദേ ഫൈനലി സെൻഡ് ഹെർ ടു ദ ബിഗ് സിറ്റി, പിന്നീട് ഈ ലോക്കൽ ഡോക്ടേഴ്സിന്റെ അടുത്ത് നിന്നും അവളെ ബിഗ് സിറ്റിയിലോട്ട് പറഞ്ഞയക്കാണ്. ഡോക്ടർ ഹോവാർഡ് കെല്ലി വാസ് കോൾഡ് ഇൻ ഫോർ കൺസൾട്ടേഷൻ, അവളെ പരിചരിക്കാൻ വേണ്ടിയിട്ട് ഡോക്ടർ ഹോവാർഡ് കെല്ലിയെ വിളിക്കാണ്. കൺസൾട്ടേഷൻ എന്ന് പറഞ്ഞാൽ പരിചരണം. വെൻ ദ ഡോക്ടർ കെയിം ടു കെയർ ഫോർ ദ പേഷ്യൻറ്റ്, ഈ ഒരു ഡോക്ടർ പേഷ്യന്റിനെ നോക്കാൻ വന്ന സമയത്ത് ഹി ഫെൽറ്റ് ദാറ്റ് ഹി വാസ് ഫെമിലിയർ വിത്ത് ദ വുമൺ, അവന് ആ ഒരു വുമണിനെ കണ്ട പോലെ ഒരു പരിചയം തോന്നുന്നുണ്ട്. ഫെമിലിയർ എന്ന് പറഞ്ഞാൽ പരിചയം തോന്നി. ഇമ്മീഡിയറ്റ്ലി, പെട്ടെന്ന് തന്നെ ഹി വെന്റ് ടു ഹെർ റൂം, അവളുടെ റൂമിലോട്ട് ചെന്നു. ആൻഡ് റെക്കഗ്നൈസ്ഡ് ഹെർ, അവളെ തിരിച്ചറിഞ്ഞു. ഹി റിക്വസ്റ്റഡ് ദ ബിസിനസ് ഓഫീസ് ടു പാസ് ദ ഫൈനൽ ബിൽ ടു ഹിം, അവളുടെ ആ ഒരു ഹോസ്പിറ്റലിന്റെ ബില്ലെല്ലാം അവന്റെ അടുത്തേക്ക് പറഞ്ഞയക്കണം എന്നവന് ബിസിനസ് ഓഫീസിൽ വിളിച്ചു പറഞ്ഞു. ഫോർ അപ്രൂവൽ, അത് അപ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഹി ലുക്ക്ഡ് അറ്റ് ഇറ്റ്, എന്നിട്ട് ആ ബില്ല് കിട്ടിയ സമയത്ത് ആ ബില്ലിലോട്ട് അവൻ നോക്കി. ദെൻ റോഡ് സംതിങ് ഓൺ ദ എഡ്ജ്, എന്നിട്ട് ആ ബില്ലിന്റെ എഡ്ജ് ഒരു സൈഡിൽ എന്തോ ഒന്ന് എഴുതി. ആൻഡ് ദ ബിൽ വാസ് സെൻഡ് ടു ഹെർ റൂം, അവൻ അത് എഴുതിയതിന് ശേഷമാണ് ഈ ബില്ല് അവളുടെ റൂമിലോട്ട് കൊണ്ടുപോയത്. തുടക്കത്തിൽ ഒരു ബോയ് ഇല്ലേ, ഹാർഡ് വർക്കിംഗ് ആയിട്ടുള്ള ആ ഒരു ബോയാണ് പിന്നീട് ഈ ഒരു ഡോക്ടറായിട്ട് മാറിയത്. അന്ന് അവനെ സഹായിച്ച ആ ഒരു വുമണാണ് ഇപ്പോൾ ഇവന്റെ അടുത്തേക്ക് അസുഖം ബാധിച്ച് വന്നിട്ടുള്ളത്. ഷീ ഫിയർഡ് ടു ഓപ്പൺ ഇറ്റ്, ആ ഒരു ബില്ല് കിട്ടിയ സമയത്ത് അത് അവൾക്ക് തുറക്കാൻ പേടിയായി. ഷീ വാസ് ഷുവർ ദാറ്റ് ഷീ ഹാഡ് നോട്ട് ഇനഫ് മണി ടു പേ ദ ബിൽ, അവൾക്ക് ആ ഒരു ബില്ല് അടക്കാൻ മാത്രമുള്ള പൈസയൊന്നും അവളുടെ കയ്യിൽ ഉണ്ടാകില്ല എന്നവൾക്ക് ഉറപ്പായിരുന്നു. ഷീ ബിഗാൻ ടു റീഡ് ദ ഫോളോയിങ് വേർഡ്സ്, എന്നിട്ട് ആ ബില്ല് അവൾ തുറന്നു. എന്നിട്ട് അതിലെ വേർഡ്സ്, നേരത്തെ ഹോവാർഡ് കെല്ലി എഴുതിയിട്ടുള്ള ആ ഒരു വേർഡ്സ് ഇല്ലേ, അത് അവൾ വായിക്കാണ്. പെയ്ഡ് ഇൻ ഫുൾ വിത്ത് 1 ഗ്ലാസ് ഓഫ് മിൽക്ക്, ഒരു ഗ്ലാസ് മിൽക്ക് കൊണ്ട് ഈ ഒരു ബില്ലെല്ലാം അടച്ചു തീർത്തിട്ടുണ്ട്. സൈൻഡ് ഡോക്ടർ ഹോവാർഡ് കെല്ലി, അതിന്റെ താഴെയായിട്ട് ഡോക്ടർ ഹോവാർഡ് കെല്ലി എന്ന് എഴുതിയിട്ട് സൈൻ ചെയ്തിട്ടുണ്ട്. ഷീ വാസ് വെരി ഹാപ്പി, ഇത് കണ്ട സമയത്ത് അവൾക്ക് ഭയങ്കര സന്തോഷമായി. She didn't think that someone who was helped by her a long time ago would still remember her. പണ്ടൊരിക്കലൊരു സമയത്ത് അവളെ ഹെൽപ്പ് ചെയ്ത ഒരാൾ അവളെ ഇപ്പോഴും ഓർത്തിരിക്കുന്നുണ്ട് എന്നവൾ ഒരിക്കലും വിചാരിച്ചിട്ടില്ല. ഷീ ബിലീവ്ഡ് ദാറ്റ് ഗോഡ് വുഡ് ഹെൽപ്പ് ഹ്യൂമൻസ് ഇൻ എവറി മൊമെന്റ്. അപ്പൊ അവള് ദൈവത്തിൽ വിശ്വാസം അർപ്പിച്ചിട്ട് പറയാണ്, ദൈവം നമ്മുടെ മനുഷ്യരെ എല്ലാ മൊമെന്റിലും സഹായിക്കും. നമുക്കൊരു ആവശ്യഘട്ടം വരുന്ന സമയത്ത് ദൈവം നമ്മളെ സഹായിക്കും. വി ഷുഡ് ഹെൽപ്പ് അതേഴ്സ് ഇൻ ദെയർ നീഡ്, മറ്റുള്ളവർക്ക് ആവശ്യമുള്ള ഹെൽപ്പ് വേണ്ട സമയത്ത് നമ്മൾ അവരെ ഹെൽപ്പ് ചെയ്യണം, സഹായിക്കണം. ഗുഡ് ഡീഡ്സ് ആർ നെവർ വേസ്റ്റഡ്, നമ്മൾ ചെയ്യുന്ന നല്ല പ്രവൃത്തിയൊന്നും ഒരിക്കലും വേസ്റ്റ് ആവുകയില്ല. ആൻഡ് ക്യാൻ റിട്ടേൺ ടു യു ഇൻ അൺഎക്സ്പെക്റ്റഡ് വേസ്, നമ്മൾ ചെയ്യുന്ന ആ ഒരു നല്ല പ്രവൃത്തി ഏതെങ്കിലും തരത്തിൽ നമ്മളിലേക്ക് തന്നെ തിരിച്ചു വരികയും ചെയ്യും. ദ സ്റ്റോറി ഓൾസോ ടീച്ചേഴ്സ് ദ ഇമ്പോർട്ടൻസ് ഓഫ് ബീയിങ് കൈൻഡ് ആൻഡ് ഗ്രേറ്റ്ഫുൾ, ഈ ഒരു സ്റ്റോറി മറ്റുള്ളവരോട് കൈൻഡ്, ദയ കാണിക്കുന്നതിൻ്റെയും ഗ്രേറ്റ്ഫുൾ, നന്ദി കാണിക്കുന്നതിൻ്റെയും ഒരു ഇമ്പോർട്ടൻസും കൂടി നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. ആൻഡ് ദാറ്റ് ഹെൽപ്പിംഗ് അതേഴ്സ്, അതുപോലെ തന്നെ മറ്റുള്ളവരെ സഹായിക്കുന്നതിൻ്റെയും കൂടെ.
അപ്പോൾ മറ്റുള്ളവരെ സഹായിക്കുന്നതിന്റെ ഒരു ഇമ്പോർട്ടൻസ് ആണ് ഈ ഒരു ചാപ്റ്ററിലൂടെ നമുക്ക് കൺവേ ചെയ്യുന്ന ഒരു മെസ്സേജ്. സോ എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. താങ്ക്